അടുത്തതായിട്ട് സേവാ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് സേവാഭാരതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിദാസേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. വളരെ നല്ലൊരു പ്രഭാഷണം എന്ന് പറയാൻ പാടില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറിയ വാക്കുകൾ നമ്മളോട് ഇപ്പോൾ വിനോദി സംസാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു അധികം പറ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ചുമതല ഈ ഒരു കാര്യം നിർവഹിക്കാൻ ഞാൻ നിർബന്ധിതനായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ജീവിത അനുഭവത്തിൽ വന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിൽ വയ്ക്കുകയാണ്. കാരണം ഈ പ്രൗഢമായ ഈ സദസ്സ്, അതേപോലെ ഈ വേദിയിലുള്ള ആളുകൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഒരു പുതിയ സംരംഭത്തിന് മലപ്പുറം ജില്ലയുടെ രൂപം നൽകുകയാണ്. ആരെങ്കിലും അതിൻ്റെ ഗൗരവം ചിന്തിച്ചോ എന്നെനിക്കറിയില്ല. കാരണം ചിന്തിച്ചതെന്താ, ഒരു ടൈലറിങ് യൂണിറ്റ്, കേവലം ഒരു ടൈലറിങ് യൂണിറ്റ്, അതിലെന്താ ചിന്തിക്കാനുള്ളത് എന്നായിരിക്കാം പലരും ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വീട് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഒരു രൂപ പോലും വാടക വാങ്ങാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടുത്തെ സജ്ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുന്ന് മോശമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ തലമുറയെ അല്ലെങ്കിൽ ആ കുടുംബങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടേട്ടനും അവരുടെ കുടുംബവും വളരെ സന്തോഷത്തോടു കൂടെയാണ് നമുക്ക് തന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഈ പവിത്രത. ഒരു ടൈലറിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ പല ചേച്ചിമാരും എല്ലാ ദിവസവും അതിരാവിലെ നമ്മുടെ കടകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ടൗണുകളിലോ പല ജോലിക്കായിട്ട് പോവുകയാണ്, അല്ലേ? മിക്ക ആളുകളും പോകുന്നുണ്ട്. അവരുടെ വരുമാനം കേട്ടാൽ നമ്മൾ അന്തപ്പെടും. കാരണം മാസത്തിൽ 7,000 രൂപ, 6,000 രൂപ, അല്ലെങ്കിൽ പരമാവധി 9,000 രൂപ. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ ഉണ്ട്? 300 രൂപയാണ് അപ്പോൾ ഒരു ദിവസം ഉള്ളത്. അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ബസ് ചാർജ്, അവിടുന്ന് ഇങ്ങോട്ടുള്ള ബസ് ചാർജ്, ബാക്കി ഭക്ഷണം, ഇതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്താൻ എത്ര ഉണ്ടാവും? മിക്കവാറും ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ. നമ്മൾ ഈ തുടങ്ങിയ ടൈലറിങ് യൂണിറ്റിൽ ഒരു ബ്ലൗസ് സ്വയം അടിക്കാൻ നമ്മൾ പഠിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഒരു ബ്ലൗസിന്റെ കൂലി എത്രയാണെന്നുള്ളത്. അറിയാലോ, ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ 250 രൂപയാണ് ലൈനിങ് ഇല്ലാത്തൊരു ബ്ലൗസിന്. ലൈനിങ് ഉണ്ടെങ്കിൽ അവർ 350 വാങ്ങും. കല്യാണത്തിന് ചിലപ്പം 5,000, 6,000 രൂപയുടെ ബ്ലൗസും അവർ വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഒരു സംരംഭത്തിന്റെ തുടക്കമാണ്. അപ്പം നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടികൾ രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും അമ്മമാർ 7:30 പോകേണ്ട അവസ്ഥയാണ്. കാരണം അവരുടെ കടയിൽ അല്ലെങ്കിൽ അവർ പോകുന്ന കമ്പനിയിൽ അവിടെ 8:30 തുടങ്ങും. അപ്പം അവർ 7 മണിക്ക് അല്ലെങ്കിൽ 6:30 മണിക്ക് തന്നെ പോകണം. അതേപോലെ അവർ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ 4:30 കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ ഈ കുട്ടികൾ വരുമ്പോൾ ഈ അമ്മമാർ വീട്ടിലുണ്ടാവുമോ? ഇപ്പൊ നേരത്തെ വിനോജി പറഞ്ഞു, നമ്മുടെ മകൻ വരുമ്പോ മകള് വരുമ്പോ ഒന്നെടുത്ത് ലാളിക്കാനും അവനൊരു മുത്തം നൽകാനും, അതേപോലെ അവന്റെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാനും വീട്ടിൽ അമ്മയുണ്ടായാൽ ആ കുട്ടി വളരെ നന്നായി സാംസ്കാരികമായിട്ട് ഉയർന്ന് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും ആദരവുള്ള വ്യക്തിയായി വളരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് വളരാനുള്ള ഒരു സന്ദർഭം പല വീടുകളിലും ഇന്നില്ല. ആ ഒരു കുറവ് പരിഹരിക്കാൻ കൂടിയാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇന്നിവിടെ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ ബ്ലൗസ് ഏതൊരമ്മയ്ക്കും മക്കളെയൊക്കെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞയച്ച് അതിനുശേഷം ഒരു 2 മണിക്കൂർ വിചാരിച്ചാൽ, എൻ്റെ സുഹൃത്തുണ്ട് AR സേവാഭാരതിയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഒരു ദിവസം മിനിമം 10 ബ്ലൗസ് അടിക്കും. ഏറ്റവും മിനിമം 10 ബ്ലൗസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 300 രൂപ വെച്ച് കൂട്ടിയാൽ അദ്ദേഹം 3,000 രൂപയുടെ പണിയെടുക്കുന്നു. 250 രൂപ വെച്ചാൽ 2,000 രൂപയുടെ. അദ്ദേഹത്തിന് എന്നും തിരക്കാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നിട്ടാണ് പണിയെടുക്കുന്നത്. അവിടേക്ക് ആളുകളുണ്ട് വരും, ഓൺലൈനായിട്ട് അവരെ പൈസ കൊടുക്കും. ഒരു പൈസ പോലും അദ്ദേഹത്തിന് ചെലവില്ല. മറ്റു തൊഴിലിനും അദ്ദേഹം പോവും, സേവാഭാരതിയുടെ പ്രവർത്തനത്തിനും അദ്ദേഹം പോവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൂത്തേടെ യൂണിറ്റ് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ ഒരു 10 ആളിരുന്നാൽ ഇവിടെ എന്ത് മാറ്റം വരും? ഈ കാര്യങ്ങൾ വളരെ വിപുലമായി നമ്മുടെ നിഷാദിജി പറഞ്ഞതുപോലെ നല്ലൊരു കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും
വസ്ത്രങ്ങൾ തയ്ക്കാനുള്ളൊരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടും. നിങ്ങൾ സ്വമനസാലെ ഏറ്റെടുത്ത കാര്യം ഈശ്വരീയ കാര്യമാണ്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, നമ്മൾ പ്രവൃത്തി ചെയ്യൂ, ഫലം ഇച്ഛിക്കണ്ട എന്നാ പറഞ്ഞത്. പ്രവൃത്തി മര്യാദയ്ക്ക് ചെയ്താൽ അതിന് കൂലി കിട്ടൂല എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. ആത്മാർത്ഥതയായവരുടെ കൂടെയാണ് നമ്മൾ ജോലി ചെയ്തതെങ്കിൽ അതിന്റെ ഫലം അതിന്റെ ബാക്കിൽ തീർച്ചയായിട്ടും വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗ്യം ചെയ്ത, ഒരു പുണ്യം ചെയ്ത ഒരു യൂണിറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഈ യൂണിറ്റിനെ സേവാഭാരതി നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു പരിപാടിയിൽ ഇപ്പൊ ഇവിടെ 10 മെഷീനാണ് ഉള്ളതെങ്കിൽ അടുത്തൊരു വർഷം വരുമ്പോൾ നമുക്കത് 20 ആക്കണം, അടുത്ത വർഷം വരുമ്പോൾ അത് 40 ആക്കണം. അങ്ങനെ ഏറ്റവും വിപുലമായ, നമുക്കറിയാലോ ഇപ്പൊ കിറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, കേട്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കാം. അവരുടെ ഒരു വർഷത്തെ വിറ്റുവരവ് കേട്ടാൽ നമ്മൾ അന്തം വിടും. ഇതേപോലുള്ള ചെറിയൊരു സ്ഥാപനം തുടങ്ങി ഇന്ന് അത് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കോടികൾ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമായി മാറി. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്ലിയർ ആക്കി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ പല ഓർഡറുകളും നമുക്ക് കിട്ടും. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാനും അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു കപ്പ് ചായ കൊടുക്കാനും നമുക്ക് വീട്ടിലിരിക്കാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 500 രൂപ വരുമാനം ഉണ്ടാക്കാം. ഈ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ സേവനം എന്നുള്ള നിരക്ക് നമ്മൾ ഈ ഒരു കാര്യത്തെ കാണുക. അതേപോലെ നമ്മുടെ കുടുംബവും അതോടുകൂടെ ഉയരും, നമ്മുടെ ഗ്രാമവും അതോടുകൂടെ ഉയരും. ഇതിനു വേണ്ട സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സേവാഭാരതി വൈഭവശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വൈഭവശ്രീ യൂണിറ്റ് വളരെ നല്ല നിലയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ വൈഭവശ്രീ യൂണിറ്റ് എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ, എല്ലാ ആഴ്ചകളും നമ്മൾ ആഴ്ചയിൽ 4 പ്രാവശ്യം ഇരിക്കുന്നുണ്ടാവും. ഈ 4 പ്രാവശ്യവും ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ കുറേ കഴിയുന്ന സമയത്ത് ഒരു 4-5 വർഷം കുടുംബശ്രീ പോലെ ബാങ്കിൽ പൈസ ഇടുക, അവിടുന്ന് പൈസ വാങ്ങുക, വീണ്ടും അത് ലോണായിട്ട് അടയ്ക്കുക, അതല്ല വൈഭവശ്രീയുടെ ലക്ഷ്യം. വൈഭവശ്രീ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ ചുരുങ്ങിയത് ഒരു 50 പേർക്കെങ്കിലും ഭാവിയിൽ തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽശാലയായിട്ട് വൈഭവശ്രീയെ മാറ്റാനാണ് സേവാഭാരതി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആദ്യ തുടക്കം എന്നുള്ള നിലക്ക് ഈ മൂത്തേടം സേവാഭാരതിയിലെ അമ്മമാർക്കും ഇവിടുത്തെ അതിന്റെ കാര്യകർത്താക്കൾക്കും അതേപോലെ അതിന് വേണ്ട സഹകരണം ചെയ്തു തന്ന എല്ലാവർക്കും അഭിമാനിക്കുക. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ സേവനം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളയിടത്തോളം കാലം നമുക്കറിയാം, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാൻ നമുക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നമ്മുടെ തൊട്ടടുത്താണ് AR എന്ന് പറഞ്ഞൊരു സേവാഭാരതി. ആ സേവാഭാരതിയുടെ യൂണിറ്റ് രൂപീകരണത്തിന് ഞാൻ പോയ സമയത്ത് ആ യൂണിറ്റ് ഒരു 60ഓളം പേര് യൂണിറ്റ് രൂപീകരണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചുമതലപ്പെട്ട ആകെ വേണ്ടതും 13 പേരെയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരാൾ നീറ്റു, സെക്രട്ടറി പറയുമ്പോൾ ഓരോരുത്തരും നീറ്റു. അങ്ങനെ ഒരാളെ വിളിച്ച സമയത്ത് മാത്രം ആരും എണീക്കുന്നില്ല. ആ എണീക്കാത്ത അവസ്ഥയിൽ ഞാൻ ചോദിച്ചു, കാരണം 60 പേരുള്ളൊരു മീറ്റിംഗില് വെറും 13 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നമുക്ക് വേണ്ടിയുള്ളൂ. അപ്പൊ ഈ പരിപാടി സേവാഭാരതി എന്താണെന്ന് അറിയാത്ത, സേവാഭാരതിയെ കുറിച്ച് അറിയാത്ത ഒരാളെ, അല്ലെങ്കിൽ ഇന്ന് വരാൻ തയ്യാറില്ലാത്ത ഒരാളെ എന്തിനാണ് നമ്മൾ സേവാഭാരതിയുടെ ചുമതലയിൽ ഏൽപ്പിക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ സംഘത്തിന്റെ ഗണ്ടിന്റെ സേവാപ്രമുഖായ സുബ്രഹ്മണ്യേട്ടൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ കഴിഞ്ഞ മാസമാണ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ബാങ്കില് അസിസ്റ്റന്റ് മാനേജറായി വർക്ക് ചെയ്യായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബം വളരെ നല്ല നിലക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ചെന്നാൽ അദ്ദേഹം പറയും, എനിക്ക് ജോലിയാണ്, നിങ്ങളെ ഈ പരിപാടിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി നമ്മളോട് സഹകരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. റിട്ടയർ ചെയ്തപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളോടൊപ്പം, കാരണം 58 വയസ്സിൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ എന്ത് പ്രവൃത്തി പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ഇനി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ ഉൾപ്പെടുത്തിയത് ഖജാൻജിയായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഫോൺ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്തിട്ട് ആ ഫോൺ എൻ്റെ കയ്യിൽ തരികയാണ്. നിങ്ങൾ സംസാരിച്ചോളൂ, അദ്ദേഹത്തെ ഒഴിവാക്കാം, നമുക്ക് പുതിയ ആളെടുക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കുകയാണ്. അപ്പം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് നല്ല സുഖമില്ല, ചെറിയ ഒരു
എന്തൊക്കെ ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് ഒഴിവാക്കരുത്. ആ സ്ഥാനത്ത് ഞാൻ ഇരിക്കും, എല്ലാ പ്രവർത്തനവും ഞാൻ വളരെ സജീവമായിട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത്, കാരണം ഇത്രയും ആൾ കൂടിയെടുത്ത തീരുമാനമല്ലേ, ഞാൻ പറഞ്ഞു ഓക്കെ, നാളെ ഈ 13 പേരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ആ 13 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെയും വിളിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം 13 പേരും ഒന്നിച്ചിരുന്ന സമയത്തും ഇദ്ദേഹമില്ല. അപ്പോഴും അന്നത്തെ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രവീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് സെക്രട്ടറി. ഖജാൻജി ഒരു ജയാനന്ദ് എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് നല്ല സുഖമില്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചെന്താ വെച്ചാൽ ചില പല മീറ്റിങ്ങുകളിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് പലരും സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ഈ 12 പേർക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പകരം ഒരാളെ വെക്കാം. അപ്പൊ ഞാനൊന്ന് വേങ്ങര KCB-യിലാണ് വർക്ക് ചെയ്യുന്നത്. വേങ്ങരയിൽ വർക്കൊക്കെ ചെയ്ത് ഒരു 3 മണിയാകുമ്പം അങ്ങോട്ട് എല്ലാവരും കൂടി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അടുത്ത ദിവസം 3 മണിക്ക് മന്ത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. താഴെ കുളപ്പുറം എന്നൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ എല്ലാവരും എത്താൻ തീരുമാനിച്ചു. അപ്പം 3-3:30 ആകുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. എന്താ കോളെന്നറിയോ? അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. അന്നെല്ലാം അദ്ദേഹം ആ ഒരു ഗർവിന്റെ അല്ലെ അഹങ്കാരത്തിന്റെ പുറത്ത് ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് ഒരു സമയം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം തയ്യാറായ സമയമായപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ പൂന്താനം പാടിയിട്ടുണ്ട്. എന്താണ് അല്ലെങ്കിൽ പൂന്താനം പിന്നെ കവിതയിലുണ്ട്, കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇത് ശരിക്കും അവിടെ സംഭവിച്ചു. ഞാനടക്കം അതുവരെ അദ്ദേഹത്തെ എനിക്കൊരു പരിചയമില്ല. ഞാനടക്കം എല്ലാവരും അദ്ദേഹത്തിന്റെ അവസാന ചടങ്ങിൽ പോയി ആ പരിപാടി പങ്കെടുത്ത് തിരിച്ചു പോന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ, സംഘടനാ ജീവിതത്തിൽ എനിക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു വേദിയിൽ ഞാൻ ഉണ്ടാവും എന്നുള്ളതിനൊരു ഉറപ്പില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, അമ്മമാരായാലും ചേച്ചിമാരായാലും ചെറുപ്പക്കാരായാലും ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താ? 20 വയസ്സായാലും വിചാരിക്കുകയാണ് എനിക്കൊരു 25 വയസ്സായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സേവാഭാരതി സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. 30 വയസ്സായാലും എന്താ വിചാരിക്കുക? അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, ലേശം കുട്ടികളൊന്നും മുതിരട്ടെ, അതിനുശേഷം ചെയ്യാം. 40 ആയവൻ അതേപോലെ ചിന്തിക്കുന്നു, പെൻഷൻ ആവാത്തവൻ ഞാൻ പെൻഷൻ ആവട്ടെ സംഘടനാ പ്രവർത്തനം ചെയ്യാൻ എന്നുള്ള നിരക്ക് ഓരോരുത്തരും മാറി 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 അവസാനം ഭഗവാൻ തീരുമാനിക്കും നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഏത് നിമിഷമാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, ഏത് സമയത്താണോ നമുക്ക് സേവാകാര്യം ചെയ്യാം നമുക്ക് സാധിക്കുക, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യം അപ്പപ്പ ചെയ്യണം. അപ്പപ്പ ചെയ്തെങ്കിൽ മാത്രമേ, ചിലപ്പോൾ അതിനൊരു നിമിത്തമായിട്ട് നമ്മൾ നിന്നാൽ മതി. നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ലല്ലോ, ഞാൻ എങ്ങനെ സേവനം ചെയ്യും? നമ്മളൊരു രോഗി, അടുത്ത വീട്ടിലൊരു രോഗി സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ അവരെ കാര്യങ്ങൾ അവരെടുത്ത് പോയിട്ടൊന്ന് സംസാരിക്കൂ. നിങ്ങൾ 1000 രൂപ കൊടുക്കുന്നതിനേക്കാളും സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാവും. നമ്മുടെയൊക്കെ തൊട്ട് അയൽപക്കത്തായിട്ട് പല രോഗികളും ഇതേപോലെയുണ്ട്. ആ ഒരു വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അവരെ കയ്യോ കാലോ തലയിലോട്ട് ഒന്ന് തൊട്ട് തലോടി നിങ്ങൾ അടുത്ത് തന്നെ വളരെ സുഖമായി വരും. വളരെ ഊർജ്ജസ്വലനായാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നിങ്ങൾ വളരെ വീക്കായിരുന്നു, ഈ ആഴ്ച വന്നപ്പോൾ നിങ്ങളുടെ അസുഖത്തിന് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് വന്ന് നോക്കൂ. അതാണ് ഏറ്റവും നല്ല, ഒരു പണവും കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം. നമ്മുടെ വീടുകളിലൊക്കെ വയസ്സ് ചെന്ന അച്ഛനും അമ്മമാരും റിട്ടയർ ചെയ്ത ആളുകൾ ഇഷ്ടം പോലെ, ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവസ്ഥയില്ലാത്ത, അല്ലെങ്കിൽ മക്കൾ ഗൾഫിലുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ ഒരു സംശയദൃഷ്ടിയോടെ നോക്കും. കാരണം എന്താ, ഇവൻ എന്നെ എന്തെങ്കിലും പറ്റിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വസൂലാക്കാൻ വന്നതാണെന്നുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അവിടെ പോവുക. അപ്പം ചിലപ്പോൾ അവർ പറയും, മോനെ എനിക്ക് പോകാൻ വയ്യ, നിങ്ങൾ ഈ കടയിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരും. ചിലപ്പോൾ 100 രൂപേൻ്റെ സാധനമാണെങ്കിൽ അദ്ദേഹം 150 രൂപ നമ്മളെ കയ്യിൽ തരും, അല്ലെങ്കിൽ 100 രൂപ എന്തായാലും ചെയ്യും. ഈ കാര്യങ്ങൾ നമുക്ക് ഈ പണം ഇല്ലാത്തവർക്ക് ചെയ്തുകൂടെ? വാക്കുകൊണ്ട് നമുക്ക് സേവനം ചെയ്തുകൂടെ? ശരീരം കൊണ്ട് നമുക്കൊന്ന് അവിടെ പോയിട്ട് അദ്ദേഹത്തെ കണ്ട് സേവനം ചെയ്തുകൂടെ? ഇതിന് പണം വേണോ? ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ
ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഈ AR നഗർ എന്ന് പറയുന്ന സേവാപരിധിയിൽ നമ്മൾ ഈ കോവിഡ് വന്ന സമയത്ത് അവിടെയുള്ള നമ്മുടെ ഹിന്ദു വീടുകളിൽ മുഴുവൻ, കോവിഡ് ബാധിച്ച വീടുകളിൽ മുഴുവൻ നമ്മൾ മരുന്ന് വേണ്ടവർക്ക് മരുന്ന് എത്തിച്ചു, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം എത്തിച്ചു. അതേപോലെ അവർക്ക് വേണ്ടത് എന്താണോ, ഫ്രൂട്ട്സ് വേണ്ടവർക്ക് ഫ്രൂട്ട്സ് എത്തിച്ചു. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമാണ് രോഗം വന്നതെങ്കിൽ അവരെ മാറ്റി പാർപ്പിച്ചിട്ട് അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഈ AR നഗർ സേവാപരിധി വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നത് അവിടെ റിട്ടയർ ചെയ്ത ടീച്ചർ കാണുന്നുണ്ട്. ടീച്ചർ നമ്മുടെ ആളൊന്നുമല്ല, നമ്മുടെ അനുഭാവിയൊന്നുമല്ല. ടീച്ചർ മുറിഞ്ഞ നമ്മുടെ എതിരാളികളുടെ വീട്ടിലുള്ള ടീച്ചറാണ്. അവർ ഈ സംഗതി ചുറ്റുഭാഗത്തും സേവാഭാരതി ചെയ്യുന്നത് കാണുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, ആദ്യ വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം അവസാനമാവുമ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി ഞാൻ ഇനി അധിക കാലമില്ല ഈ റിട്ടയർ ടീച്ചർക്ക്. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു, അവിടെയുള്ള മക്കളെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ ഇനി അധിക കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അഥവാ ഞാൻ ഈ ലോകത്തോട് അല്ലെങ്കിൽ വിഷ്ണുവാദം പോവുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്റെ സ്വർണം മുഴുവൻ AR നഗർ സേവാഭാരതിക്ക് കൊടുക്കണം. അത് വിറ്റ പണം AR നഗർ സേവാഭാരതിക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞു അമ്മ മരിച്ചു. അമ്മ മരിച്ച സമയത്ത് ഈ സ്വർണം വിറ്റു, അന്നേ സ്വർണ്ണമൊക്കെ വിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇവർക്കിത് കൊടുക്കാൻ ഭയങ്കര മടി, നമ്മുടെ എതിരുള്ള ആളുകളാണ്. അങ്ങനെ അവസാനം വേറെ ചില ആളുകൾ ചോദിച്ചു, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ തിരുനാവായ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. അമ്മ അവസാനം പറഞ്ഞ വാക്ക് നിങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ആ അമ്മയുടെ ശാപം നിങ്ങളുടെ ജീവിതത്തെ പിന്തുടരും. അതുകൊണ്ട് അമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ അത് ചെയ്യാന്ന് പറഞ്ഞു. ഉടനെ അവര് അവിടുത്തെ സേവാഭാരതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് 500,000 രൂപ അവര് ആരും പുറത്തൊന്നും അറിയരുത്, ഫോട്ടോ വരരുത് എന്നുള്ള നിബന്ധനയോടെ ഈ സേവാഭാരതി സെക്രട്ടറിയും പ്രസിഡന്റിനെയും എത്തിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഏൽപ്പിച്ച അന്ന് തന്നെ അവര് ആ പൈസ കൊണ്ട് ഒരു വെന്റിലേറ്റർ അതേപോലുള്ള കുറേ സാധനങ്ങൾ ഏകദേശം 49,000 രൂപയ്ക്ക് ബെഡ്, എയർ ബെഡൊക്കെ ആയിട്ട് വാങ്ങി. ആ അമ്മയുടെ പേരിൽ ആ ബെഡ് വാങ്ങി അന്ന് തന്നെ നമ്മുടെ തൊട്ടടുത്ത സേവാഭാരതിയാണ് തിരുവള്ളൂർ. അവിടെ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു മരപ്പണിക്കാരൻ അന്ന് ബൈക്കുന്ന ആക്സിഡന്റായി നട്ടക്ക് തയ്യാറായി. ആ അമ്മ വാങ്ങിയ ബെഡ് പിറ്റേന്ന് തന്നെ തിരുവള്ളൂർ സേവാഭാരതിയിലെ ഗംഗാധരന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. ആ ഗംഗാധരൻ 1.5 വർഷം, ഏകദേശം 2 വർഷം ആ ബെഡിലാണ് കിടന്നത്. ഇന്ന് ആ ഗംഗാധരൻ നീറ്റ് നടക്കാനായപ്പോഴാണ് ആ ബെഡ് തിരിച്ചു കൊണ്ടുപോയത്. ഇന്നും ആ അമ്മ നമ്മളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായെങ്കിലും ആ അമ്മയുടെ ഓരോരോ പ്രവർത്തനവും ആ അമ്മ ചെയ്ത പുണ്യത്തിന്റെ ഭാഗമായിട്ട്, അമ്മ നമ്മളോടൊപ്പമുള്ള ആളൊന്നുമല്ല, ആ പുണ്യത്തിന്റെ ഭാഗമായിട്ട് ഇന്നും അതിങ്ങനെ നടക്കുക. ആ അമ്മയെ നമ്മൾ സ്മരിക്കുക. കാരണം ആ അമ്മ പറഞ്ഞില്ല എൻ്റെ മോക്ക് കൊടുത്തോളി സ്വർണ്ണം എന്ന് പറഞ്ഞില്ല, എൻ്റെ മരുമകൾക്ക്, ഇന്ന് മരുമകളാണ് എന്നെ നോക്കിയത്, മരുമകൾക്ക് കൊടുത്തോളി എന്ന് പറഞ്ഞില്ല. ആ അമ്മയുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കണം. ആ സ്വർണം മക്കൾക്കായിട്ട് വീതിച്ചിരുന്നെങ്കിൽ അതിൽ കലഹം ഉണ്ടാവും. എനിക്ക് കിട്ടിയത് കുറവായിപ്പോയി, എനിക്ക് മറ്റേ മകൾക്ക് അധികം കൊടുത്തു, മരുമകൾക്കാ കൊടുത്തത് മകൾക്ക് കൊടുത്തില്ല, ഈ ഒരു പ്രശ്നമില്ല. ഇന്ന് വളരെ സംതൃപ്തിയോടുകൂടെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് സേവനം. ഈ ഒരു മനോഭാവത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ സേവനം ചെയ്യുന്നത്. അപ്പോൾ സ്വയം പര്യാപ്തത ഗ്രാമം എന്നുള്ള ലക്ഷ്യമാണ് സേവാഭാരതിക്ക്. 5 കാര്യങ്ങളാണ് സേവാഭാരതിയിലുള്ളത്. 1 ആരോഗ്യപരമായ കാര്യങ്ങൾ, 2 വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, 3 സാമാജികമായ കാര്യങ്ങൾ, 4 സ്വാവലംബൻ, അതാണ് ഇപ്പോൾ ഈ കണ്ടത്, ഈ സ്വാവലംബനായ കാര്യങ്ങൾ. 6ാമത് ആപൽ സേവ. ആപൽ സേവ നമ്മൾ കണ്ടു, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചൂരൽമല ഈ ഉരുൾപൊട്ടുണ്ടായ സമയത്ത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകരാണ് പല നദികളിൽ പോയിട്ടും ആംബുലൻസിൽ നേരെ അത് എത്തിച്ചിട്ട് അവിടെ എത്തിയ സമയത്ത് ആ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഭാഗത്തുള്ളതാ എന്റെ ബാക്കിലിരിക്കുന്നുണ്ട് കുട്ടേട്ടൻ അടക്കമുള്ള വിദ്യാധരേട്ടൻ അടക്കമുള്ള പ്രവർത്തകരാണ് അവിടെ പോയത്. അവിടെ പോയ സമയത്ത് ഏകദേശം 100-ലധികം മൃതദേഹം, 98 മൃതദേഹമാണെന്ന് തോന്നുന്നു, 98 മൃതദേഹം ഇവർ വളരെ ഭംഗിയായിട്ട് അവിടെ ആ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നും ആ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ലാസ്റ്റ് ആകുന്ന സമയത്ത് ഒരച്ഛൻ ഇന്നും വരും അവിടെ. അച്ഛൻ വന്നിട്ട് അച്ഛൻ ഞാൻ നോക്കും, എന്താണ് അച്ഛൻ വളരെ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ സങ്കടത്തോടു കൂടെ തിരിച്ചു പോകും. അപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലായിട്ട് എന്താണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഇവർ ഒരു കൈ കിട്ടിയാലും കുട്ടേട്ടനാണ് ബാക്കിലിരിക്കുന്നുണ്ട്. കുട്ടേട്ടൻ ഒരാളോട് എങ്ങനെയാണോ സംസ്കാരം ചെയ്യേണ്ടത് അത് വളരെ ആദരപൂർവം
ഒരു കൈയിന്റെ വിരലാണെങ്കിൽ പോലും ആ ഒരു ഹൃദയത്തോട് ചെയ്യേണ്ട എല്ലാ മന്ത്രങ്ങളും ചൊല്ലി എല്ലാം ക്ലിയർ ആയിട്ട് നിർവഹിച്ചിട്ടാണ് അത് ചെയ്തത്. ഇത് പല ആളുകളും കാണുന്നുണ്ട്. ഈ അച്ഛൻ പ്രത്യേകിച്ച് കണ്ടു. അങ്ങനെ ഈ അച്ഛൻ ഒരു 15 ദിവസമായപ്പോൾ ഹൃദയങ്ങൾ വരവ് നിന്നു, കൈകൾ വരവ് നിന്നു, കാലുകൾ വരവ് നിന്നു, ഓരോരോ ഭാഗങ്ങൾ വരവ് നിന്നു, തല വരവ് നിന്നു. ഈ നിന്ന സമയത്ത് ഇവര് തിരിച്ചു പോകുന്നുള്ളൊരവസ്ഥ വന്ന സമയത്ത് ഇവരോട് ആ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പം നാളെ മറ്റന്നാളോ പോവല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞു, ആ ഞങ്ങൾ പോകും, കാരണം ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു, ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഉടനെ അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടലില് അദ്ദേഹം ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും അതിൽ പെട്ടിട്ടുണ്ട്. അതിൽ 3 പേരുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിന് അറിയാം. അതിവർ ഭംഗിയായിട്ട് ആ സംസ്കാര അന്ത്യേഷ്ടി കർമ്മങ്ങൾ ഇവർ ചെയ്തു. ബാക്കി ഇനിയും 3 പേരെ കിട്ടാനുണ്ട്. ആ 3 പേരുടെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടുകയാണെങ്കിൽ ഈ ചീഞ്ഞളിഞ്ഞ മൃതദേഹമോ, ചീഞ്ഞളിഞ്ഞ കൈകളോ, അളിഞ്ഞ തുടകളോ, ചീഞ്ഞളിഞ്ഞ കാലിന്റെ പാദങ്ങളോ ആണ് കിട്ടുന്നതെങ്കിൽ മറ്റുള്ള ഈ സംസ്കാരം ചെയ്യുന്ന ആളുകൾ അറപ്പോടെ വെറുപ്പോടെ അത് മാറ്റി നിർത്തി ഒന്നും അവർക്ക് എന്താ പുണ്യം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ചടങ്ങ് ചെയ്യാൻ ഇനി ആളില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സാധാരണ നമ്മൾ ചിന്തിക്കാൻ എന്താണ്, എൻ്റെ കുട്ടി മരിച്ചിട്ടില്ലെങ്കിൽ അല്ലെ എൻ്റെ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ഇതെന്താ, മരണപ്പെട്ട എൻ്റെ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാര് അവർക്ക് വേണ്ട അന്ത്യേഷ്ടി ചെയ്യാൻ പോലും ആ അച്ഛന് സാധിച്ചില്ല. നല്ല സാമ്പത്തിക ശേഷിയുള്ള നമ്മളതിനേക്കാളൊക്കെ എത്രയോ നല്ല നിരക്ക് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോഴാണ് ആ അച്ഛൻ ഇത് പറഞ്ഞിട്ടാണ് കരഞ്ഞത്. കരഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാധരേട്ടനും കുട്ടേട്ടനും അടക്കം എല്ലാവരും കൂടെ കരഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവർക്കൊക്കെ ഇതിലധികം ഒരു പുണ്യം ഇനി വേണോ? അവരാ ചെയ്തു വെച്ച പുണ്യം മതി അവരുടെ ജീവിതത്തില് അവർക്ക് ആ എന്താ പറയാ പരമപദം പ്രാപിക്കാൻ. കൂടുതലൊന്നും അവർ വേണ്ട, ഒന്നും വേണ്ട. വേറൊരു മോക്ഷമേ വേണ്ട, പരമൊരു സ്വർഗം നേ, സ്വർഗം നീയേ മോക്ഷം നീ, അമ്പേ അഭയേ അമൃതവരെ. ഈ ഒരു വാചകം അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സ്വയംസേവര്, നമ്മുടെ ആളുകൾ പ്രവർത്തിച്ചു. അതേപോലെ നമുക്ക് നമ്മുടെ ഇടയിൽ നമ്മൾ കാണാത്ത ഒരുപാട് നിരവധി പ്രവർത്തകർ പണ്ട് ത്യാഗം ചെയ്തതിനെ, വിനോദജി പറഞ്ഞതുപോലെ ത്യാഗം ചെയ്തതിന്റെ വെള്ള ഷർട്ട് ഇട്ട് സന്യാസിമാരായി ജീവിച്ചതിന്റെ ഫലമാണ് മലപ്പുറം ജില്ലയിൽ നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു പേരിലും ഈ ഒരു നാമത്തിലും നമ്മൾ ജീവിക്കുന്നത്. കാരണം ഈ ഒരൊറ്റ ഉദാഹരണം കൂടി നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയം വൈകി, എല്ലാവർക്കും പോകാനുണ്ടാവും. പെരുവള്ളൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ പെരുവള്ളൂർ സേവാഭാരതിയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശിവദാസൻ, ഭൂതിരി ശിവദാസൻ എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് രജിസ്ട്രേഷനും കാര്യങ്ങളുണ്ട്, നിഷാദിക്കൊക്കെ അറിയാം. ആ രജിസ്ട്രേഷനുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി അവിടെ പെരുവള്ളൂർ ഉണ്ടാക്കുന്ന സമയത്ത് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ 10-40 പേര് വന്നു. അങ്ങനെ അതിലെല്ലാവരെയും തിരഞ്ഞെടുത്തു. അവസാനം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ അവസാനം തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരാളെ, ഈ ശിവദാസേട്ടനെ എനിക്ക് അറിയണമുണ്ട്, അദ്ദേഹം അന്ന് വന്നിട്ടില്ല, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് പ്രസിഡന്റിനെ നിശ്ചയിക്കാം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുത്ത ദിവസം പോവുകയാണ്. അടുത്ത ദിവസം ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അവിടെ വിശ്രമത്തിലാണ്. കാരണം അദ്ദേഹം RCC ചികിത്സ കഴിഞ്ഞ് വന്ന വ്യക്തിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, RCC ചികിത്സ ചെയ്ത് കഴിഞ്ഞ് വന്ന വ്യക്തി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സാധാരണ ചെല്ലുന്ന സമയത്ത് ഇന്നെ അംഗം പോലും ആക്കണ്ട, എന്നിട്ടല്ലേ പ്രസിഡന്റ് ആക്കൽ പിന്നല്ലേ, ഇന്നെ അംഗം പോലും ആക്കണ്ട, എനിക്ക് സുഖമില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം വളരെ സന്തോഷത്തോടു കൂടെ, ജീവിതത്തിലൊരു അനുഭവമാണ്, വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തു. അവിടെ തുളസീധരൻ എന്ന് പറയുന്ന ഹൈസ്കൂളിൽ ഒരു അധ്യാപകനായിരുന്നു സെക്രട്ടറി. അദ്ദേഹം സെക്രട്ടറി ആയിട്ടും ഇദ്ദേഹം പ്രസിഡന്റ് ആയിട്ടും ആ സ്ഥാനം ഏറ്റെടുത്തു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും ആദ്യമായിട്ട് എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞ് ആദ്യത്തെ സേവാഭാരതി എന്നുള്ള പേര് ഈ ശിവദാസേട്ടൻ ആ പെരുവള്ളൂർ സേവാഭാരതിക്ക് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? ഇദ്ദേഹം RCC ഇദ്ദേഹത്തിനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിനോട് മറ്റുള്ള പരിപാടികൾക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്പർക്കം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിനി എങ്ങനെ പോയാലും ഏറിയാൽ ഒരു 2 വർഷം 2.5 വർഷം അതിൻ്റെ മുന്നിൽ ജ്വലിച്ചുകൊണ്ട് തന്നെ ഞാൻ കത്തിത്തീരും എന്നുള്ള പ്രതിജ്ഞ അദ്ദേഹം എടുത്തതിൻ്റെ ഫലമായിട്ട്
ഇന്ന് പെരുവള്ളൂർ സേവാഭാരതിക്ക് ആദ്യത്തെ 2 ആംബുലൻസ് അനുവദിച്ചു തന്നപ്പോൾ 30 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് അനുവദിച്ചു തന്നപ്പോൾ ആദ്യത്തെ ആംബുലൻസ് കിട്ടിയത് പെരുവള്ളൂരിന്. അതേപോലെ ഓരോരോ കാര്യങ്ങളും ഈ പെരുവള്ളൂരിന് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ പെരുവള്ളൂർ ചെയ്തു. അത് ഏകദേശം ഒരു മാസത്തെ അല്ല ഒരു വർഷത്തെ ബജറ്റ് എടുക്കുമ്പോൾ 12 ലക്ഷം രൂപ ഒരു വർഷത്തെ ബജറ്റ് അവിടെ. അതേപോലെ ഈ മുത്തേടം സേവാഭാരതി ഏകദേശം ലക്ഷങ്ങളിൽ നിന്ന് പോവും. ഈ പോക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് കോടികളിലേക്കും പോകും. പക്ഷെ നിങ്ങളൊന്ന്, ഞാൻ ഈ ശിവദാസേട്ടൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഈ ശിവദാസേട്ടൻ അങ്ങനെ 2 വർഷം അതിൻ്റെ ചുമതല ഉണ്ടായുള്ളൂ. 2ാമത്തെ വർഷം നമ്മൾ അതിൻ്റെ AGM നടക്കുന്ന സമയത്ത് അദ്ദേഹം RCCയിൽ ചികിത്സ കഴിഞ്ഞ് ട്രെയിനിലാണ്. അപ്പം ട്രെയിനിലിരുന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ. അദ്ദേഹം മെല്ലെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം, എന്നെ ഞാൻ തൽക്കാലം രക്ഷാധികാരിയായിരിക്കാം. അങ്ങനെ അദ്ദേഹത്തെ രക്ഷാധികാരിയാക്കി. അദ്ദേഹം തിരിച്ചു വന്നു, വീട്ടിലെത്തി. കുറച്ച് ദിവസത്തിനുള്ളിൽ കോവിഡ് വന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറഞ്ഞ് പോയ സമയത്ത് ഞങ്ങൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. കാരണം ആൾ കൂടിയൊന്നും മീറ്റിംഗ് പാടില്ല, കോവിഡിൻ്റെ സമയത്താണ്. അപ്പോൾ അതിൽ ഏകദേശം 200-ലധികം ആളുകൾ പങ്കെടുത്തു. 100-100ഓളം അമ്മമാർ പങ്കെടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, പല അമ്മമാരും സഹോദരിമാരും പറഞ്ഞു, എൻ്റെ മകൻ ഇന്ന് ജീവനോടുള്ളത് ശിവദാസേട്ടൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. കാരണം 200-ലധികം രോഗികളെ അദ്ദേഹം RCC കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. നിരവധി അച്ഛന്മാര് എനിക്ക് ഇന്ന് ജീവനോടെ അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ശിവദാസേട്ടൻ ഉള്ളത് കൊണ്ടാണ്. നിരവധി അമ്മമാര് അല്ലെങ്കിൽ ഭാര്യമാരുള്ളത്, ഭാര്യൻ്റെയോടൊപ്പം ഉള്ളത് ശിവദാസേട്ടൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ശിവദാസേട്ടൻ കാരണം അവിടെ 100 കണക്കിന് ആളുകൾ ഇന്നും ശിവദാസേട്ടൻ മരിച്ചുപോയി. ശിവദാസേട്ടൻ്റെ ആദ്യത്തെ ഒരു അനുസ്മരണ ചടങ്ങ് ഞങ്ങളൊരു വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തി. ഏകദേശം 1000-ലധികം ആളുകൾ പങ്കെടുത്തു. അപ്പൊ ആ ശിവദാസേട്ടൻ കാണിച്ചു തന്ന മാതൃക നമ്മൾ നോക്കൂ. നമ്മളൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ജലദോഷം ഉണ്ടോന്നാണ് ചോദിക്കുക, അതിനെങ്ങനെ പോവാതിരിക്കാൻ? എനിക്കൊരു പനി ഉണ്ടോന്നാണ് നോക്കുക, അതിനെങ്ങനെ പോവാതിരിക്കാം എന്ന സ്ഥാനത്ത് ഈ ശിവദാസേട്ടൻ ഈ മാരകമായ രോഗം വെച്ചുകൊണ്ടും അദ്ദേഹം അന്ന് ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാരണവശാലും ശിവദാസേട്ടൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അത്രയും ദൂരത്താണ് അദ്ദേഹം. ഇവിടുന്ന് 100 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ വരുന്നത്. ആ സ്ഥലത്തുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദരവോടുകൂടെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ചെയ്തു വെച്ച മഹത്തായ കാര്യത്തിന്റെ ഒരു ഫലമാണ്. ഇതേപോലെ ഉയരാൻ, ശിവദാസന്മാരാവാൻ അല്ലെങ്കിൽ ശിവദാസേട്ടന്മാരാവാൻ, അതേപോലുള്ള ആളുകളാവാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മമാരെ, നമ്മൾ ഇഷ്ടം പോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും. ഇതിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ഞാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്, എൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട്. എന്താ അതിനുള്ളൊരു കാര്യം? അച്ഛനെ നോക്കേണ്ടത് മകന്റെ കടമയാണ്. സഹോദരിയെ കല്യാണം കഴിക്കേണ്ടത് സഹോദരന്റെ കടമയാണ്. കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് അച്ഛന്റെ കടമയാണ്. ഈ കടമ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതേസമയത്ത് പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു നേരത്തെ പുസ്തകം വാങ്ങി അല്ലെങ്കിൽ ഒരു വർഷത്തെ പുസ്തകം വാങ്ങിക്കൊടുത്താൽ ആ കുട്ടിക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ ആ കുട്ടിയുടെ പഠനം മുടങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ, അതേപോലെ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഒരു വീട്ടുകാർക്ക് ഒരു വീട് നമ്മൾ വെച്ചു കൊടുത്താൽ, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ AR എന്ന് പറഞ്ഞ സേവാഭാരതിയാണ്. അവിടെ ഒരു അമ്മയും 2 പെൺകുട്ടികൾ, ഒരു കുട്ടി 9ാം ക്ലാസ് പഠിക്കുന്നു, ഒരു കുട്ടി 12ാം ക്ലാസ് പഠിക്കുന്നു. ഈ അമ്മമാര് വന്നിട്ട് ഈ 2 ഇവര് അവിടെ തൊട്ടടുത്ത് അവരെ ബാക്കിയുള്ള വീടുകളിലാണ് ഇന്ന് രാത്രി 9 മണിയായി കിടന്നുറങ്ങി. അവരെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ തായേരെ പോയി ഈ 2 മുതിർന്ന പെൺകുട്ടികളായ 8ാം ക്ലാസ്സിലെ കുട്ടി 12ാം ക്ലാസ്സിലെ കുട്ടീനേക്കാളും മെച്ചൂരിറ്റി ഉണ്ട്. ഈ 3 പേരും, ഈ അമ്മയും ചെറുപ്പമാണ്, ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതാണ്. ഇവർ 3 പേര് ഉറങ്ങുന്നു. അങ്ങനെ ഇവരിവിടെ സേവാഭാരതി രൂപീകരിച്ചെന്ന് കേട്ടപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഇതേപോലെ ഒരു ഡാർപോളിയും കെട്ടി തന്നാൽ, 4 കാലും വെച്ച് തന്നാൽ പഞ്ചായത്ത് എന്ത് ചെയ്യാം, നമ്പർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളതൊന്ന് ചെയ്തു തരുന്നത്. അങ്ങനെ ഇവർ ചെന്ന് നോക്കുമ്പോൾ ഇവർക്ക് ആകെ സങ്കടമായി. കാരണം ഇത്രയും മുതിർന്ന നമ്മളെ വീട്ടിൽ ഇതുപോലെ അടിച്ചുറപ്പുള്ള വാർപ്പിന്റെ വീട്ടിൽ പോലും പെൺകുട്ടികളെ ഒറ്റയ്ക്കാക്കി നമുക്ക് പോകാൻ ധൈര്യമില്ലാത്ത ഒരു കാലത്ത് അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ ഈ 2 മുതിർന്ന പെൺകുട്ടികളും ഈ അമ്മയും കിടന്നുറങ്ങുന്നത് മറ്റുള്ളവരെ വരാൻ കഴിയും. ഇവർക്ക് സങ്കടമായി. ഇവരെന്ത് ചെയ്തു? അവർക്കൊരു 4 സെന്റ് സ്ഥലമുണ്ട്, അതിന് ചെറിയ ഒരു 550 സ്ക്വയർ ഫീറ്റിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന രൂപത്തിൽ ഒരു തറ കെട്ടി, ആ തറയുടെ മുകളിൽ വെറും 200 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ഒരൊറ്റ മുറി
ഭാവിയിൽ പൊളിക്കാത്ത രൂപത്തിൽ പഞ്ചായത്തിന്റെ വീട് കിട്ടുമ്പോൾ പൊളിക്കാത്ത രൂപത്തിൽ അതിന് 2 വാതിൽ, പുറത്തേക്കൊരു വാതിലും ഉള്ളിലേക്കൊരു വാതിലും വെച്ചു. അതിന് 2 ജലവാതിലും വെച്ചു. ഒരു ബാത്റൂമും ഒരു കക്കൂസും ഒരു ശുചിമുറിയും അവരുണ്ടാക്കി. ആ താക്കോല് കൊടുക്കാൻ ഞാനാണ് പോയത്. എൻ്റെ ജീവിതത്തിലെ സംഘടനയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്. ആ താക്കോൽ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, അവർക്ക് സ്വർഗം കിട്ടിയതിന് തുല്യം. ഇനി പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല. കാരണം ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ, മാനാഭിമാനത്തോടുകൂടെ അവരുടെ കാര്യങ്ങൾ ശുചിമുറി പോലുള്ള കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കാൻ അവർ സ്വയം പര്യാപ്തരാക്കി സേവാഭാരതി. അപ്പൊ ആ സേവാഭാരതിയിലുള്ളവർക്ക് അധികം ഒരു പുണ്യൊന്നും വേണ്ട. ഈ ഒരു കാര്യം തന്നെ, കാരണം 2.25 ലക്ഷം രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്. വെറുതെ ഒന്നുമില്ല, കുറെ ആളുകൾ പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സേവാഭാരതി നിരന്തരം നിത്യേന നിയമേന നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാലോ, ശ്രീരാമന്റെ ആ ലങ്കയ്ക്ക് കടക്കാനുള്ള കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഹനുമാനൊക്കെ വലിയ മല കൊണ്ടുവന്നിടുന്നു, ജാമ്പുവാൻ വലിയ മല കൊണ്ടുവന്നിടുന്നു, മറ്റൊരു വലിയ കല്ലൊക്കെ കൊണ്ടുവന്നിടുന്നു. പക്ഷെ അണ്ണാറക്കണ്ണൻ എന്താ ചെയ്തത്? നേരെ ആ കടൽ തീരത്ത് പോയി പിരളുന്നു, ഇവിടെ വന്നിട്ട് തട്ടിക്കുടയുന്നു. അപ്പൊ അവിടെ ഏറ്റവും സ്നേഹം കിട്ടിയത് ആർക്കാണെന്ന് അറിയോ? ജാമ്പുവാനോ ഹനുമാനോ അല്ല. ശ്രീരാമൻ മെല്ലെ വിളിച്ചത് ഈ അണ്ണാറക്കണ്ണനെയാണ്. ആ അണ്ണാറക്കണ്ണനെ തലോടിക്കൊണ്ട് ഒരു വര വരച്ചു. അതാണ് അണ്ണാറക്കണ്ണന്റെ പുറത്തുള്ള 3 വരാമ. ഇതേപോലുള്ള പ്രവൃത്തി നമുക്ക് ഓരോരുത്തർക്കും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള നിലക്ക് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.